നമസ്കാരം. ദൈവാനുഗ്രഹവും ഗുരുക്കന്മാരുടെ കൃപയും നിങ്ങൾക്ക് എല്ലായ്പ്പോഴും ഉണ്ടാകട്ടെ. നമ്മുടെ ഋഷിപ്രോക്തം ചാനലിലെ ഇന്നത്തെ അതിപ്രധാനപ്പെട്ട വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് വൃശ്ചികം രാശിക്കാരുടെ 3 വർഷത്തെ സമ്പൂർണ്ണ നക്ഷത്രഫലത്തെയാണ്. അതായത് വൃശ്ചികം രാശിക്കാരുടെ 3 വർഷത്തെ പൂർണ്ണമായിട്ടുള്ള ജാതകം 2026, 2027, 2028 കാലഘട്ടം വൃശ്ചികം രാശിക്കാർക്ക്, വൃശ്ചികക്കൂറുകാർക്ക് എങ്ങനെ ഉണ്ടാകുമെന്ന് പരിശോധിക്കാം. വൃശ്ചികക്കൂറിൽ വരുന്നത് വിശാഖത്തിന്റെ കാൽഭാഗം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളാണ്. വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ചാണെങ്കിലും ഗോചരഫലത്തിലെ പോലെ തന്നെ വൃശ്ചിക ലഗ്നത്തിൽ ജനിച്ചവർക്കും ഈ ഫലങ്ങളൊക്കെ ഏകദേശം ലഭിക്കാം. അനുകൂല ലഗ്നമാണെങ്കിൽ ഈ ഫലങ്ങൾക്ക് പൂർണ്ണ ഫലങ്ങൾ ലഭിക്കുന്നതിനും, പ്രതികൂലമായാൽ ചിലപ്പോൾ അതിൽ നിന്ന് മാറ്റങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. ആ ഒരു ചിന്താഗതിയോടുകൂടി വേണം വീഡിയോയെ കാണുവാൻ. നിങ്ങളുടെ ദശാകാലം, ലഗ്നം എന്നിവയെ അടിസ്ഥാനപ്പെടുത്തി കൂടിയാണ് നിങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകുന്നത് എന്ന് സാരം. ഗ്രഹങ്ങളുടെ ഗതിയും നമ്മളുടെ കർമ്മത്തിന്റെ ഫലവും ഒന്നുചേർന്നാണ് നമ്മളുടെ ജീവിതം മുന്നോട്ട് പോകുക. അതായത് ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും രൂപപ്പെടുന്നത് എന്നർത്ഥം. അതുകൊണ്ട് തന്നെ സത്കർമ്മങ്ങൾ അനുഷ്ഠിക്കുക, നല്ല ഫലങ്ങൾ ലഭിക്കുന്നതിന് അത് സഹായകരമാകും. ഗ്രഹാണാം ഫലദാതാരാം വിശ്വരൂപം ജനാദിനം നവാമി ദേവദേശം സദാ കർമ്മഫലപ്രദം. ഇന്ന് നാം സംസാരിക്കാൻ പോകുന്നത് വൃശ്ചികം രാശിക്കാരുടെ 2026, 2027, 2028 കാലഘട്ടങ്ങൾ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾക്കായിട്ട് കാത്തിരിക്കുന്നു, അതിനെക്കുറിച്ചാണ്. ആദ്യം നമുക്ക് വൃശ്ചികം രാശിക്കാരുടെ പൊതു സ്വഭാവം, അത് ഇപ്പോൾ അവരിൽ എന്തെല്ലാം സ്വാധീനം ചെലുത്തിയേക്കാം എന്നുള്ളതും പറയാം. വൃശ്ചികം രാശി ഒരു ജലരാശിയാണ്, പക്ഷെ അതിന്റെ ആഴം അളക്കാൻ കഴിയാത്തത്രയാണ്. വൃശ്ചികം രാശിയുടെ അധിപൻ ചൊവ്വയാണ്. തീഷ്ണതയാണ് അവരുടെ മുഖമുദ്ര. ചൊവ്വയുടെ സ്വാധീനം ഇവരിൽ നല്ല രീതിയിൽ ഉണ്ടാകും. ഉള്ളിൽ ഇവർക്കൊരു മറഞ്ഞ ശക്തി ഉണ്ടാകും, അതായത് രഹസ്യാത്മകത ഉണ്ടാകുമെന്നർത്ഥം. ഇവരുടെ വിശ്വസ്തതയും എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. സ്നേഹത്തിന്റെ കാര്യത്തിൽ അതീവ ആഴമുള്ളവരായിരിക്കും ഇവർ. ഇവർക്ക് നല്ല സൂക്ഷ്മ ബുദ്ധി ഉണ്ടാകും. ആരെയും പെട്ടെന്ന് മനസ്സിലാക്കാനും വായിക്കാനുമുള്ള കഴിവ് ഇവരിൽ ഉണ്ടാകും. ധൈര്യം സർവത്ര സാധനം, ക്രോധോ വിനാശകാരണം. ദേഷ്യം, പക, സംശയം ഇവയാണ് വൃശ്ചികക്കൂറുകാരുടെ പ്രധാന ശത്രുക്കൾ. അതിന് പരിഹാരമായി ധ്യാനം, ക്ഷമ, തുറന്ന സംവാദം എന്നിവയൊക്കെയാണ് ശീലിക്കേണ്ടത്. ഇനി നമുക്ക് വൃശ്ചികക്കൂറുകാരുടെ 3 വർഷത്തെ സമ്പൂർണ്ണ നക്ഷത്രഫലത്തിലേക്ക് കടക്കാം. ആദ്യം നമുക്ക് 2026 തന്നെ പരിശോധിക്കാം. ഇത് ഞാൻ ആദ്യം തന്നെ എഴുതി തുടങ്ങിയതാണെങ്കിലും ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിൽ എനിക്ക് ക്ഷേത്രത്തിലെ വഴിപാടും സംബന്ധമായിട്ടുള്ള തിരക്കുകൾ മൂലം പൂർത്തിയാക്കാതെ വന്നു. ഇപ്പോൾ ഈ തയ്യാറാക്കി നിങ്ങളിലേക്ക് എത്തുമ്പോഴേക്കും ഒരുപക്ഷെ ഏപ്രിൽ മാസവും കഴിഞ്ഞിരിക്കാം. അതുകൊണ്ട് തന്നെ മെയ് മാസം മുതലുള്ള കാര്യങ്ങളാണ് പറയുന്നത്. 2026 എന്നുള്ളത് വൃശ്ചികക്കൂറുകാർക്ക് പരീക്ഷണങ്ങളുടെ വർഷമാണ്. അല്പം കഠിനമായിരുന്നു 2026 കഴിഞ്ഞ മാസങ്ങൾ എന്നുകൂടി പറയേണ്ടിയിരിക്കുന്നു. വ്യാഴം 8ാം ഭാവത്തിലാണ്, ശനി 5ലാണ്, രാഹു 4ാം ഭാവത്തിലും, കർമ്മഭാവത്തിലാകട്ടെ കേതുവും. എല്ലാം കൊണ്ടും ഒരു പരീക്ഷണങ്ങളുടെ വർഷം തന്നെയാണ് 2026 എന്ന് തന്നെ പറയണം. അഷ്ടമേ ഗുരോ ദുഃഖം ശനൈഹി ക്ലേശദായക. മെയ് മാസം പൂർത്തിയാകുന്നത് വരെ, അതായത് ജൂൺ 2ാം തീയതി വ്യാഴത്തിന്റെ രാശിമാറ്റമുണ്ട്. അതുവരെ ക്ലേശങ്ങൾ നിറഞ്ഞ കാലഘട്ടമായിരിക്കും വൃശ്ചികക്കൂറുകാർക്ക്. എന്നാൽ വ്യാഴത്തിന്റെ രാശിമാറ്റം ആഗതമായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ 2026 തന്നെ നിങ്ങൾക്ക് മാറ്റങ്ങളും ഉണ്ടാകും. അതായത് ജീവിതത്തിലെ ടേണിംഗ് പോയിന്റ് എന്ന് തന്നെ 2026 ജൂൺ 2ാം തീയതിയുള്ള രാശിമാറ്റത്തെ പറയാം. വ്യാഴം കർക്കിടകത്തിലേക്ക് ഉച്ചസ്ഥനായി മാറുകയാണ്. വ്യാഴം ധനം, 5 എന്നീ ഭാവങ്ങളുടെ ആധിപത്യം വഹിച്ചുകൊണ്ടാണ് ഭാഗ്യസ്ഥാനത്ത് ഉച്ചത്തിലേക്ക് പോകുന്നത്. അതുമൂലം സാമ്പത്തികമായിട്ടുള്ള ഉയർച്ച ഉണ്ടാകുന്നു, ആത്മവിശ്വാസം വർദ്ധിക്കുന്നു. 2027 ജൂൺ മുതലുള്ള കാലഘട്ടം അതിഗംഭീരമായിട്ടുള്ള ഒരു മാറ്റത്തിന്റെ തുടക്കമാണ്, വളർച്ചയുടെ ആരംഭമാണ് എന്ന് പറഞ്ഞു. ഇനി നമുക്ക് 2027 വൃശ്ചികക്കൂറുകാർക്ക് എങ്ങനെ ഉണ്ടാകുമെന്ന് നോക്കാം. 2027 എന്നത് വൃശ്ചികക്കൂറുകാർക്ക് വിജയത്തിന്റെ സുവർണ വർഷമാണ്. വൃശ്ചികക്കൂറുകാരുടെ ജീവിതത്തിലെ ടേണിംഗ് പോയിന്റ് എന്ന് പറയാം. യഥാ ഗുരു ശുഭസ്ഥാനം ലാഭോ ഭവതി വിനിശ്ചിതം. 2027 ജനുവരി മുതൽ ജൂൺ വരെയുള്ള കാലഘട്ടത്തെ ശുഭകാലം എന്ന് തന്നെ പറയാം. ജൂൺ
ജൂൺ 3 ശനി രാശി മാറി 6-ാം ഭാവത്തിലേക്ക് എത്തുകയാണ്. അതായത് 2027 ജൂൺ 3 ശനി രാശി മാറി മേടം രാശിയിലേക്ക് എത്തുന്നു. വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച് അത് 6-ാം ഭാവമാണ്. കഴിഞ്ഞ ഏകദേശം 5 വർഷമായിരുന്ന കണ്ടകശനിയും 5-ലെ ശനിയും തീരുകയാണ്. അത് വൃശ്ചികക്കൂറുകാരുടെ ജീവിതത്തിലെ ഉയർച്ചയുടെ നാളുകളായിരിക്കും. ഇതുവരെ പാസഞ്ചർ ട്രെയിനിലാണ് യാത്ര ചെയ്തിരുന്നത് എങ്കിൽ ഇനി ബുള്ളറ്റ് ട്രെയിനിലേക്കുള്ള യാത്രയായിട്ട് നമുക്കിതിനെ ഹാസ്യരൂപേണ ഘടിപ്പിക്കാം. അതുകൊണ്ട് തന്നെയാണ് 2027 എന്നുള്ളത് സുവർണ കാലഘട്ടമാണ് എന്ന് പറഞ്ഞത്. ഇനി 2028 വൃശ്ചികക്കൂറുകാർക്ക് എങ്ങനെ ഉണ്ടാകുമെന്ന് പരിശോധിക്കാം. സ്ഥിരതയും സമൃദ്ധിയും നിറഞ്ഞ വർഷമായിരിക്കും 2028 വൃശ്ചികക്കൂറുകാർക്ക്. ശനി 6-ാം ഭാവത്തിലാണ്, വിജയം ഉറപ്പാണ്. വ്യാഴം ഭാഗ്യസ്ഥാനത്തും കർമ്മസ്ഥാനത്തും 11-ലും ഒക്കെയായിട്ട് മാറി മാറി എത്തുകയാണ്. ശനി നിങ്ങളുടെ വിജയത്തെ ഉറപ്പാക്കുന്നു. രാഹു കേതുക്കളും 3, 9 എന്നീ ഭാവങ്ങളിലേക്ക് കടക്കുകയാണ്. 2028 ജൂലൈ 11 വ്യാഴം 11-ാം ഭാവത്തിലേക്കും കടക്കുന്നു. ലാഭസ്ഥാനഗതേ ജീവോ സർവാഭീഷ്ട ഫലപ്രദ. എല്ലാ ഗ്രഹങ്ങളും അനുകൂലത്തിലേക്ക് വരികയാണ്. അതുകൊണ്ട് തന്നെ ധനലാഭം ഉണ്ടാകും. വിവാഹ കാര്യങ്ങൾ മംഗളമായി പൂർത്തീകരിക്കാൻ സാധിക്കും. വിദ്യാർത്ഥികളായിട്ടുള്ളവർക്കും വളരെയേറെ നേട്ടങ്ങൾ ഉണ്ടാകുന്ന വർഷമാണ്. നീലാഞ്ജന സമാഭാസം രവിം പുത്ര യമാഗ്രജം ഛായാമാർത്താണ്ഡ സംഭൂതം തം നമാമി ശനൈശ്വരം. ഗുണഫലങ്ങൾ വർദ്ധിക്കുന്നതിനും ദോഷപരിഹാരത്തിനുമായി ശനി ഭഗവാനെ പ്രാർത്ഥിക്കുക. ശനിയാഴ്ചകളിൽ ദാനങ്ങൾ ചെയ്യുക. ഹനുമാൻ സ്വാമിയെ ഭജിക്കുക. ശനിയുടെയും അയ്യപ്പന്റെയും ഹനുമാന്റെയും മന്ത്രങ്ങൾ ജപിക്കുക. ഓം ശം ശനൈശ്വരായ നമ, ഓം രാം രാഹവേ നമ, ഓം കേം കേതവേ നമ. ജാതകപ്രകാരം അനുകൂലമാണെങ്കിൽ 2026 ജൂൺ 2 ശേഷം മഞ്ഞ പുഷ്യരാഗം ധരിക്കുന്നത് ഉത്തമമാണ്. ജാതകപ്രകാരം അനുകൂലമാണ് എങ്കിൽ മാത്രം. 2026 ജൂൺ മുതൽ തന്നെ വൃശ്ചികക്കൂറുകാരുടെ ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ്. 2027 ജൂൺ കഴിയുമ്പോൾ ജീവിതത്തിൽ വിശ്വസിക്കാൻ പറ്റാത്തത്ര മാറ്റങ്ങൾ, ഉയരങ്ങളിലേക്ക് വൃശ്ചികക്കൂറുകാർ എത്തുന്നതാണ്. ദൈവവിശ്വാസം കൈവിടാതിരിക്കുക, പരിശ്രമം നിർത്താതിരിക്കുക. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ഒന്ന് ഓൺ ചെയ്ത് വെക്കുക. ഇനിയും ഇത്തരത്തിലുള്ള വിശേഷപ്പെട്ട അറിവുകൾക്കായി ഋഷിപ്രോക്തം എന്ന നമ്മുടെ ചാനൽ നിരന്തരം കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. ഏവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. നമസ്കാരം. ശുഭദിനം.